രാത്രി നീ അധ്വാനിച്ചതല്ല വിഷയം, കഴിഞ്ഞ ഒരു വർഷം നീ അധ്വാനിച്ചതല്ല വിഷയം. ഇന്ന് രാത്രി ദൈവം പറയുന്നത് കേൾക്കാൻ നീ തയ്യാറായാൽ, ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഈ രാത്രി നമ്മുടെ ഈ മീറ്റിങ്ങിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നീ അധ്വാനിച്ചിട്ടും, കഴിഞ്ഞ ഒരു രാത്രി നീ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്ന ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് വീഴുന്നത് നോക്കിയിരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ആമൻ ഇറങ്ങി വന്നിരിക്കുക. രണ്ടാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, രണ്ട് പടക് നോക്കിയേ, അവർ രണ്ടുപേരും ഈ പടകിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഈ പടകിനെ അടുത്ത് നിൽക്കുന്നവൻ കണ്ടിട്ട് കരയിലേക്ക് നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. വല കഴുകുന്ന പല പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് രാത്രിയിൽ കഴുകുന്ന വല അവർ മടക്കാനുള്ള ശ്രമമായപ്പോഴാണ് കർത്താവ് ഒന്ന് അടുത്തേക്ക് വന്നത്. ഇന്ന് രാത്രി അടുത്തേക്ക് വരാൻ പോകുക. എല്ലാം തീർന്നു, ഇനി ഒന്നുമില്ല, സകലതും പൂട്ടിക്കെട്ടാൻ സമയമായി, പരാജയമാണ്, ഇനി ഈ കടലിനകത്ത് മീനില്ല എന്ന് പറഞ്ഞ് വിലമാമൻ അവൻ വാഗൊണ്ട് അതിനെ പറഞ്ഞ് അടച്ച് ഹൃദയത്തെയും മുദ്രയിട്ട് ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോഴാ യേശു പറയുന്നത് പടകിന്റെ വലത്തുഭാഗത്തേക്ക് ആഴത്തിലേക്ക് വലയിറക്കാൻ. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഇതിന്റെ ഹൃദയത്തിൽ നീ ചിന്തിച്ചു കാണുമല്ലേ, പല ഘട്ടങ്ങളിലും ഇനി ഒരു അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കത്തില്ല, ഇനി ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിലേക്ക് വരത്തില്ല, ഇതോടെ തീർന്നു, അവസാനിച്ചു, ഇനി മുമ്പിലോട്ടൊരു വഴിയില്ല എന്ന് ചിന്തിച്ച് നീ ആമേൻ ഹല്ലേലൂയ ഇതിൻ്റെ ഹൃദയത്തിനകത്ത് നീ വിധിച്ച പല ചിന്തകളും ഇന്ന് രാത്രി കർത്താവ് പൊട്ടിച്ചു മാറ്റാൻ പോകുകയാ. ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് ചെയ്തെടുപ്പാനുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നിന്റെ ഹൃദയത്തിലെ ചില മുദ്രകൾ ഇന്ന് രാത്രി പൊട്ടുവാൻ പോകുകയാ. നീ ഹൃദയത്തിൽ കൊട്ടിയടച്ച നിന്റെ മോഹങ്ങൾ, നീ കൊട്ടിയടച്ച ചില വിഷയങ്ങൾ, ചില ആഗ്രഹങ്ങൾ, നിന്റെ സ്വപ്നങ്ങൾ സകലവും നീ കൊട്ടിയടച്ച് മുദ്രയിട്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പത്രോസേ, നീ ആ മുദ്രയെ പൊട്ടിക്കാൻ തയ്യാറാണോ? ഈ പടകിനെ ഞാൻ നിറയ്ക്കാൻ പോകുകയാ. ഇന്നലകളിൽ നീ കാണാത്തത്, ഈ പടകിലൊക്കെ ഇതുവരെ കേറാത്തത്, നീ കാണാത്തതുമായ കൂറ്റൻ മീൻ ഞാൻ തരാൻ പോകുകയാ. ഹല്ലേലൂയ. നീ എൻ്റെ വാക്കിന് വല ഇറക്കുമെങ്കിൽ ഈ 2025 ഈ 4-ാമത്തെ മാസം കഴിയും മുമ്പേ നിന്റെ വലയെ നിറയ്ക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പത്രോസിന് ഇന്ന് രാത്രി പറയാനുണ്ട്. ഏതൊക്കെ പത്രോസുമാരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുക. നോയിക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പടകിനടുത്തേക്ക് നടന്നു ചെല്ലുന്ന ഒരു മനുഷ്യൻ, പടകിനടുത്തേക്ക് ആ മ്ലേച്ഛമായ സ്ഥലത്തേക്ക് വസ്ത്രം പോലും നല്ലവണ്ണം ധരിക്കാൻ അറിയാത്ത പത്രോസ് വെള്ളത്തിലേക്ക് ചാടി, ഞാൻ നഗ്നനാണ്, ഞങ്ങളടുത്തേക്ക് നീ വരരുത്, സ്വതന്ത്രൻ, ഞാൻ പാപിയാണ്, എൻ്റെ അടുത്തേക്ക് നീ വരരുത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു പത്രോസിന്റെ ശബ്ദം അവിടെ കേൾക്കുകയാണ്. ഇന്ന് രാത്രി നോയിക്കേ, മ്ലേച്ഛമായി കിടക്കുന്ന ഗെന്നേസറ തടാകത്തിലേക്ക് യേശുവിന്റെ കാൽവയ്പ് ഇന്ന് രാത്രി ഏതൊക്കെ കുടുംബത്തിനകത്ത്, ഏതൊക്കെ ദേശത്തിനകത്ത് മ്ലേച്ഛമെന്ന് മുദ്രയിട്ട, നടക്കത്തില്ല എന്ന് മുദ്രയിട്ട, ഇതിനെ ഒന്നും മാറ്റാൻ കഴിയത്തില്ല, ഇതിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയത്തില്ല, ഇതിന് രക്ഷപ്പെടത്തില്ല, ഈ ദേശം വിടുവിക്കപ്പെടത്തില്ല, ഈ തടാകം ഇനി ഇത് പുഷ്ടി പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞ് മുദ്രവച്ച ചില തടാകങ്ങള്, പ്രൈസ് ദി ലോർഡ്, ചില തടാകങ്ങള് ഇന്ന് രാത്രി യേശു കർത്താവ് വിളിച്ചു പറയുന്നില്ല, ആ തടാകത്തിൽ നിന്ന് തന്നെ നിനക്ക് പെരുത്ത ഒരു മീൻകൂട്ടം, ഇതുവരെ നീ കാണാത്തതായ, ഇതുവരെ നിന്റെ പടകിൽ അധ്വാനിച്ചവര്, മറുപടകിലുള്ളവര്, നിന്നെ സ്നേഹിക്കുന്നവര്, സ്തോത്രം, കാണാത്ത ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നിന്റെ പടകിലേക്ക് ഞാൻ തരാൻ പോകുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എവിടെ ഇറങ്ങി ചെന്നിട്ടുണ്ടോ അവിടെ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ അത്ഭുതമാണ്. സ്തോത്രം. ഇതിനകത്തുനിന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിൻ്റെ അത്ഭുതമാണ്. യേശുവിൻ്റെ അത്ഭുതം ഇന്ന് രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവ പൈതലേ, സ്തോത്രം, ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ 3-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു.
പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ആദ്യം കൊടുത്തൊരു ഉപദേശമാണ്. ഇന്ന് ഉപദേശം ആർക്കും ഇഷ്ടമല്ല. നന്മ പ്രാപിക്കണ ഉപദേശം വേണം. ഉപദേശം ഇല്ലാതെ അനുഗ്രഹം പ്രാപിക്കത്തില്ല. ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ആഴ്ച അവരെ നോക്കണ്ട, ഗുഡ് ബൈ പാസ്റ്റേ, ഞാൻ അടുത്ത സമയം പോകും, അവിടെ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പത്രോസും ഹൃദയത്തിൽ പറയും, എന്നെ നീ ഉപദേശിക്കുകയെന്ന് വേണ്ട, എനിക്ക് കടലിൽ നല്ല പരിചയമുണ്ട്. നീ ഇന്നല്ലേ ഇവിടെ വന്നുള്ളൂ, എനിക്ക് നേരത്തെ അറിയാം എന്നൊന്നും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. ആമേൻ. ഇന്ന് ഉപദേശം എവിടെ പറയോ അവിടെ പ്രതീക്ഷിക്കണം. അടുത്ത ആഴ്ച അവർ വരത്തില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തളായി, വിളിച്ചാൽ പിന്നെ ഫോൺ കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നറിയാം, ഉപദേശം വന്നു കഴിഞ്ഞു. ഉപദേശം വന്ന പ്രശ്നമാണ്. പക്ഷേ ഇവന് ഉപദേശം കേട്ട് അവൻ്റെ പടകില. ആരെ പടകില? പത്രോസിന്റെ പടകിലെന്ന് ഉപദേശിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ പടകിനകത്ത് യേശു ഇരുന്ന്, നിന്റെ പടകിനകത്ത് യേശു ഇരുന്ന് നിന്നെ ഉപദേശിക്കാൻ തുടങ്ങിയാൽ, ആമേൻ, നീ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ, ശമനപരഗതുനി, നീ അത് കേൾക്കാൻ തുടങ്ങിയാൽ, നീ അനുസരിപ്പാൻ തുടങ്ങിയാൽ, ഈ പടക് അല്പസമയം കഴിയുമ്പോൾ നിറയാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപദേശം മറത്തുപോയതൊന്നും ആമേൻ നന്മ കണ്ടെത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഉപദേശത്തെ വേണ്ട എന്ന് പറഞ്ഞ പോയ ഒന്നും ആമേൻ അനുഗ്രഹം പ്രതീക്ഷിച്ചിട്ടില്ല. ആമേൻ, സ്തോത്രം. ഇപ്പോ എടുത്തു മറിച്ചു കളയൂ എന്ന് പറഞ്ഞ് ഉപദേശത്തെ മറിച്ചു കളഞ്ഞ് പോയ വിദ്വാൻമാരെ നമുക്കറിയാം. വേദപുസ്തകത്തിനകത്ത് നിരവധി വിദ്വാൻമാരുണ്ട്. ഉപദേശം മറിച്ചു കളഞ്ഞവര്, ലാസ്റ്റ് അയ്യം വിളിച്ചവരുണ്ട്, ദൈവത്തിന്റെ കാൽക്കൽ മുട്ടുകുത്തിയവരുണ്ട്. ഇന്ന് ആമേൻ, സ്തോത്രം, പത്രോസിന്റെ പടകിനകത്ത് കയറിയിരുന്നിട്ടാണ് അവനോട് ഉപദേശിക്കുന്നത്. 1-2 മിനിറ്റ് അല്ല കേട്ടോ, ചില മണിക്കൂറുകൾ ഉപദേശിച്ചു. ഇന്ന് രാത്രി ചില മണിക്കൂറുകൾ ഉപദേശിപ്പാൻ നിന്റെ വീട്ടിനകത്തിന്റെ സ്വീകരണ മുറിക്കകത്ത്, നിന്റെ ശൂന്യമായി കിടക്കുന്ന ആമേൻ ആ പടകിനകത്ത് ഇന്ന് രാത്രി യേശു കർത്താവ് കയറിയിരിക്കുകയാ. പത്രോസേ, നിന്നെ നോക്കി ഉപദേശിക്കുക. നീ ഇന്നലകളിൽ വീശിയതുപോലെ അല്ല. നിന്റെ ചിന്തകൾ മാറണം, നിന്റെ കാഴ്ചകൾ മാറണം, നിന്റെ കേൾവികൾ മാറണം, നിന്റെ സ്തുതികൾ മാറണം, നിന്റെ ആമേൻ സ്തോത്രം സംസാര ശൈലികൾ മാറണം. ആമേൻ, നിന്റെ നടത്തുകൾക്ക് വ്യത്യാസം വരണം. ആമേൻ സ്തോത്രം, നിന്റെ വാക്കുകൾക്ക് ആമേൻ മൂർച്ച വരണം. ഇത് പോരാ. ഇന്ന് രാത്രി നീ കൽപ്പിച്ചാൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കണം. ഈ രാത്രി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെ ബോധിപ്പിച്ച് അവൻ ബോധമുള്ളവനായി തീർന്നു. അവന്റെ ആമേൻ സ്തോത്രം ഉപബോധ മനസ്സിനെ ഒന്ന് ഉണർത്തി അവൻ സ്വബോധത്തിലേക്ക് വന്നു. ആ പത്രോസിനോട് ദൈവം പറഞ്ഞ എങ്ങനെയാ? യേശു പറഞ്ഞു, പത്രോസേ, നീ പടകിന്റെ വലത്തുഭാഗത്തേക്ക് ആഴത്തിൽ ഇറക്കട വല. ഇന്ന് രാത്രി ആമേൻ ഉപദേശം കേൾക്കാൻ പത്രോസ് നിന്നപ്പോൾ അവന്റെ പടകിനെ 153 മീനുകൾ കൊണ്ട് നിറയുവാനിടയായെങ്കിൽ, വല കീറാറായെങ്കിൽ, ഉപദേശത്തെ ആമേൻ വ്യഞ്ചലിച്ചു പോകുന്ന ഒരു മനുഷ്യനും നന്മ കണ്ടെത്തിയിട്ടില്ല. ഇന്ന് രാത്രി ആ ഉപദേശം കേട്ട് ആ യേശു ഇരുന്ന പടകിനകത്ത് വല കീറുമാറായി കീറിയില്ല. സ്തോത്രം. വല എന്ത് ചെയ്തു? കീറുമാറായി എന്ന് പറഞ്ഞാൽ കൂറ്റൻ മീനുകളാ. ഇന്നലെ വരെ ആ കടലിൽ ഇതുവരെ വരാത്ത മീനുകളാ. യേശു ഉണ്ടെന്നറിഞ്ഞപ്പോഴേ സകലതും അവിടെ വന്നുകൂടി. ഇന്ന് രാത്രി അതിന്റെ പിന്നിൽ ഉപദേശമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവർ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ആമേൻ യേശു അവന് മീന് കൊടുത്തെങ്കിൽ പിന്നത്തെ നോയിക്കേ, യേശു കടലിൽ പോയ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതൽ ഉണ്ടാക്കി വച്ചിട്ട് കാത്തിരിക്കുന്ന ഒരു യേശുവിനെ കാണാൻ കഴിയും. ഇന്ന് രാത്രി ഉപദേശം കേട്ട നിനക്ക് വേണ്ടി രാത്താഴം ആമേൻ നിന്നെ മുടക്കാതെ നിനക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി കരുതുവാൻ, അവൻ ക്ഷേമത്തോടെ നിന്നെ മാനിക്കുവാൻ യോഗ്യനായ ഒരു ദൈവത്തിന്റെ പിന്നാലെ യാത്ര ചെയ്ത ഒരു വ്യക്തിയെ ഇന്ന് രാത്രി കാണാൻ കഴിയും. അവനാണ് പ്രൈസ് ദി ലോർഡ്. അവന്റെ പടകിലാണ്, അവന്റെ വലയാണ് കർത്താവ് നിറയ്ക്കാനിടയായത്. ഇന്ന് ആരെങ്കിലും നാളത്തെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ടോ? നാളത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരുണ്ടോ? നാളത്തെക്കുറിച്ച് ആമേൻ സ്തോത്രം എന്താണെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നു, നീ ആ ഉപദേശത്തെ കേട്ടാൽ നിന്റെ പടകിനെ നിറയ്ക്കാൻ നിന്നെ പരിഹസിച്ച എതിര് പടകുകളുണ്ട്. ഏകദേശം 50ഓളം പടകുകൾ ഇരുവശങ്ങളിൽ കിടപ്പുണ്ട്. ആമേ കടലിനകത്തും പടകിരിപ്പുണ്ട്. പത്രോസിനെ പിന്നെ കളിയാക്കുന്ന, പത്രോസിനെ പിന്നെ പരിഹസിക്കുന്ന, പത്രോസിനെ പിന്നെയും ആമേ സ്തോത്ര മാറ്റി നിർത്തുന്ന ഇന്നലെ വരെ വല പിടിക്കാൻ വന്നവര് അവനെ കളിയാക്കുന്നു. ആമേ ഇന്നലെ വരെ
വരെ വലപിടിക്കാൻ വന്നവര് അവരെ മാറ്റി നിർത്തുന്നു. എന്നാൽ ഇന്ന് രാത്രി അവരെ കൂടെ വിളിക്കാൻ യേശു പറഞ്ഞപ്പോൾ, ഇന്ന് രാത്രി നിന്നെ കളിയാക്കിയവൻ നിന്റെ വല പിടിക്കാൻ, നിന്റെ അനുഗ്രഹത്തിന്റെ വല പിടിക്കാൻ, നിന്റെ വാഴ്ത്തത്തിന്റെ വല പിടിപ്പാൻ, അവനെ കൂടെ വിളിക്കാൻ ഇന്ന് രാത്രി പടകിലിരിക്കുന്ന യേശു പറയുന്നു, പത്രോസേ നീ അവരെ കൂടെ വിളിക്ക്. ദേ ആ യാക്കോബിനെ വിളിക്ക്, ദേ ആ മത്തായിയെ വിളിക്ക്, ആ സെബദിയുടെ മക്കളെ വിളിക്ക്. ഇന്ന് രാത്രി എല്ലാരെയും വിളിക്ക്. നിന്നെ കളിയാക്കിയവരാ, നിന്നെ പരിഹസിച്ചവരാ, അവർ നിന്നെ ഒറ്റപ്പെടുത്തിയവരാ, നിന്റെ കണ്ണീര് കാണാൻ കൊതിച്ചവരാ, എന്തിനേറെ നിന്റെ മരണം കാണാൻ കൊതിച്ചവരാ, നിന്റെ ഇല്ലായ്മയിൽ നീ ദേശം വിട്ട് പോകുവാൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പറഞ്ഞവരാ. എന്നാൽ ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, ഇല്ല 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 ഇല്ല, നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവത്തിന്റെ പ്രസൻസ് വെളിപ്പെടുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി നിന്നെ മാത്രം അനുഗ്രഹിക്കുന്ന, നിന്നെ മാത്രം മാനിക്കുന്ന, നിന്നെ മാത്രം ഉയർത്തുന്ന ഉപദേശം കൈക്കൊള്ളുന്നവന് കൈവിടാത്തൊരു ദൈവമുണ്ട്. ഉപദേശം കൈക്കൊള്ളുന്നവന് കണ്ണീരുണ്ട്. ഉപദേശം കൈക്കൊള്ളുന്നവന് മാറ്റി നിർത്തി അവഗണിക്കും. ഉപദേശം കൈക്കൊള്ളുന്നവന് മാറ്റി നിർത്തി പരിഹസിക്കും. ഉപദേശം കൈക്കൊള്ളുന്നവന് മരിച്ചു കിട്ടാൻ വേണ്ടി പല പരിപാടിയും ചെയ്യും. ഉപദേശം കൈക്കൊള്ളുന്നവനെ സ്തോത്രം ഉലകത്തിൽ നിന്ന് മാറ്റി നിർത്തും, അവഗണിക്കൂ, ഒറ്റപ്പെടുത്തൂ, പരിഹസിക്കൂ, കണ്ണുനീര് കാണാൻ കൊതിക്കൂ. പക്ഷെ ഇന്ന് രാത്രി അത് എന്നേക്കുമായിട്ടല്ല കേട്ടോ. ഇന്ന് രാത്രി നിന്റെ കണ്ണീർ തീരുന്ന രാത്രിയാ. റിബലബ ശമനബരഗതുനി, നീ ഉപദേശം കൈക്കൊണ്ടത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉപദേശം കൈക്കൊള്ളുന്ന പത്രോസിന് വേണ്ടി കർത്താവ് കൊടുത്ത അത്ഭുതം കണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആഴത്തിൽ പതിയിട്ട് കിടന്ന മീനുകൾ എങ്ങനെയെന്നറിയാം? ആഴത്തിൽ മീൻ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആഴത്തിൽ മീൻ കിടക്കുന്നത് അതിങ്ങനെ നിവർന്ന് കിടക്കത്തില്ല മീൻ ആഴത്തിൽ. അതിൻ്റെ തല ആ ചെളിയിലേക്ക് താഴ്ത്തി വച്ചിട്ട് വാലുകൾ മാത്രം മുകളിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. വലിയ മീൻകൂട്ടങ്ങൾ കിടക്കുന്നത് തല താഴ്ത്തി ചെളിയിലേക്ക് വച്ചിട്ട് മുകളിലേക്ക് വാലുകൾ മാത്രം ഇങ്ങനെ നിൽക്കും. കാരണം അതിൻ്റെ തല മുകളിൽ ഉണ്ടെങ്കിൽ വലയിൽ കൊടുങ്ങും. ഇന്ന് രാത്രി അടിയിൽ പതിയിട്ട് കിടന്ന സകലത്തിനെയും ഒറ്റ വാക്കുകൊണ്ട് പുറത്തു കൊണ്ടുവന്നു കർത്താവ്. അടിയിൽ പതിയിട്ട് കിടന്ന, തല താഴ്ത്തി വെച്ച് കിടന്ന സകലത്തിനെയും ഒറ്റ വാക്കിൽ കൊണ്ട് പുറത്തു കൊണ്ടുവന്നു. വല ഉടക്കിയാൽ, ചെകള ഉടക്കി കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് വെള്ളത്തിനടിയിൽ ചെളിക്കകത്ത് തല താഴ്ത്തി കിടക്കുകയാണ്. ഇന്ന് രാത്രി പലതും താഴ്ത്തിയിട്ടിരിക്കുന്ന പലതിനെയും, നന്മകളൊന്നും വലയിൽ കയറാതെ അടിച്ചമർത്തിയിട്ടിരിക്കുന്ന സകല പൈശാചിക കോട്ടകളെയും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, ഇന്ന് രാത്രി വാക്കിന്റെ മുമ്പിൽ അത്ഭുതം പുറത്തു വരാൻ പോകുകയാ. പതിയിട്ട് കിടക്കുന്നത്, തല താഴ്ത്തി കിടക്കുന്നത്, നിനക്ക് വിട്ടുതരില്ല എന്ന് പറഞ്ഞിടക്കുന്നത്, നിന്റെ വല വരുമ്പോൾ സ്തോത്രം ഉടക്കാതെ മാറി നിൽക്കുന്ന ചില മീനുകൾ അടിയിൽ കിടപ്പുണ്ട്. പത്രോസിന്റെ കണ്ണിൽ വെളിപ്പെടാത്തത്, പത്രോസിന്റെ മീൻപിടുത്തത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തത്, കടലിലെ പരിചയത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തത്, നിന്റെ ബുദ്ധി കൊണ്ട് കാണാത്തത്, നിന്റെ കണ്ണുകൊണ്ട് കാണാത്തത്, നിന്റെ ചിന്ത കൊണ്ട് കാണാത്തത്, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് കാണാത്തത്, നിന്റെ വാക്ചാതുര്യം കൊണ്ട് കാണാത്തത്, കണ്ടുപിടിക്കാത്തത്, ഇന്ന് രാത്രി വെളിപ്പാടുള്ളവൻ, ദർശനമുള്ളവൻ പടകിൽ കയറിയിരിപ്പുണ്ട്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഒരുത്തൻ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ പടകിന് നിറയ്ക്കുവാൻ, പതികിട്ടുന്ന പലതിനെയും പുറത്തു കൊണ്ടുവരുവാൻ. മീനൊരു ശീലമുണ്ട് കേട്ടോ, എപ്പോഴും വെളിപ്പെടത്തില്ല. ഇത് വെളിപ്പെട്ടു വരത്തില്ല. ഇന്ന് രാത്രി വെളിപ്പെട്ടു വരത്തില്ല എന്ന് പറഞ്ഞ വാദിച്ചു കിടക്കുന്നതുണ്ട്, തലകുത്തനെ നിൽക്കുന്നതുണ്ട്. ശമനപരകതുനി ഹല്ലേലൂയ. ഈ മീനുകളുണ്ടല്ലോ, ഇത് ചെളിയിലകത്തേക്ക് വലിയ സ്പീഡിൽ പോയി ഇടിച്ചങ്ങ് താഴ്ത്തി തല മുഴുവനും, തലയും ഉടലും കൂടെ ചെളിക്കകത്തങ്ങ് താഴ്ത്തി വയ്ക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എത്ര വല വീശിയിട്ടും വലയല്ല, സിൽപ്പായി പോകുന്നതല്ലാതെ ഒരെണ്ണം പോലും കിട്ടുന്നില്ല. 153 എണ്ണവും അടിയിൽ ചെളിക്കകത്ത് മുക്കിളിയിട്ട് കിടക്കുകയാ.
അവൻ താഴ്ന്നിരിക്കുകയാ. നിന്നെ കണ്ണിൽ വെളിപ്പെടാത്ത ചില വാഴ്ത്തത്വങ്ങൾ, നിന്റെ പടകിൽ കയറില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ചില വാഴ്ത്തത്വ നന്മകൾ ഇന്ന് രാത്രി 2023 നീ പ്രാർത്ഥിച്ചത്, 2024 നീ പ്രാർത്ഥിച്ചത്, 2025 4-ാമത്തെ മാസത്തിൽ തമ്പുരാൻ പറയുന്നു അത് ഇന്ന് രാത്രി പുറത്തു വരാൻ പോകുകയാ. അടിയിൽ പതിയിട്ട് കിടക്കുന്ന സകലത്തെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശബ്ദം ആ വെള്ളത്തിലേക്ക് മുഴങ്ങാൻ പോകുകയാ. ആമേൻ, ആമേൻ, ആമേൻ. ഓ റിബലബ ശമനബരഗദുനി. ആമേൻ. സ്തോത്രം. 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ് 100 110 120 123 ആമേൻ 153 എന്ന് പറഞ്ഞ സംഖ്യ അതിനകത്ത് വന്ന് കയറിയത് ചെറുതൊന്നുമല്ല കേട്ടോ. ഒരെണ്ണം 250 500 കിലോ വെയിറ്റ് ഉള്ളത് 153 വന്ന് കയറിയപ്പോൾ ഒരു കാര്യമുണ്ടായിരുന്നു. പടക് മുങ്ങാറായി. എന്നാ മുങ്ങത്തില്ല, കാരണം അതിനകത്ത് യേശു ഇരിപ്പുണ്ട്. 2 വല കീറാറായി. വല കീറത്തില്ല, പറഞ്ഞത് യേശുവാണ്. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിന്നെ മുട്ടുമടക്കാത്ത ഒരു ശക്തിയും ഇന്നില്ല. വെള്ളത്തിന്റെ മേൽ അധികാരമുള്ളവൻ, പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ള, പിന്നെ എന്തിനാ മത്സ്യത്തിന്റെ മേൽ അധികാരമുള്ളവൻ. ഇന്ന് രാത്രി മത്സ്യത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മത്സ്യത്തെ സൃഷ്ടിച്ചവൻ വിളിച്ചാൽ വന്നേ പറ്റൂ. ആമേ. മനസ്സിലായില്ലേ? സൃഷ്ടിച്ചവൻ വിളിച്ചാൽ വന്നേ പറ്റൂ. ആമേൻ. എത്ര ദൂരെ ആയിരുന്നാലും സൃഷ്ടിച്ചവൻ സൃഷ്ടിപ്പിനെ വിളിച്ചു കഴിഞ്ഞാൽ വരണം. ഇന്ന് രാത്രി ചിലതിനെ നീ വിളിച്ചു നോക്ക്. നീ സൃഷ്ടിച്ചത് ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് കയറിയിരിക്കാൻ പോകുകയാ. ശൂടമനരഗതന വൈഡകരാജകൽക്കനാദി. എന്ന രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി സംഭവിക്കുന്ന രാത്രിയാ. മനസ്സിലാവുന്നുണ്ടോ? ചിലത് പതിയിട്ട് കിടക്കുക കേട്ടോ. എത്രയോ നാളായി പരിശ്രമിക്കുന്നു തലപ്പുറത്ത് കാണിക്കാൻ. ഇല്ല, നിന്റെ സമയത്ത് അത് കാണിക്കത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരുത്തനെ കടലിന്റെ പുറത്തിരിപ്പുണ്ട്. ആമേൻ. സ്തോത്രം. കടലിന്റെ മേൽ അധികാരമുള്ളവൻ, പടകിന്റെ മേൽ അധികാരമുള്ളവൻ, ആമേൻ, മത്സ്യത്തിന്റെ മേൽ അധികാരമുള്ളവൻ, സകല ജീവജല ജന്തുക്കളുടെ മേലും അധികാരമുള്ളവൻ, എല്ലാത്തിനെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ, ആണും പെണ്ണുമായി സൃഷ്ടിച്ചവൻ, സകലത്തിന്റെ മേലും ദൃഷ്ടി വെച്ചവൻ, സകലത്തിനും ആലോചന കൊടുക്കുന്നവൻ, സകലത്തിനും ആഹാരം കൊടുക്കുന്നവൻ, സകലത്തെയും വിളിക്കുന്നവൻ, സകലത്തിന്റെ മേലും സൗന്ദര്യം കൊടുക്കുന്നവൻ, സകലത്തിനും ബുദ്ധി കൊടുക്കുന്നവൻ, സകലത്തിനും അറിവ് കൊടുക്കുന്നവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ, സകലജ്ഞാനിയായ ദൈവം, സകലത്തിന്റെ മേലും ആമേൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, എൻ്റെ മകന്റെ വലയുടെ അകത്തേക്ക് കടന്നു വാ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോലും മാറി നിൽക്കാതെ അവിടെ നിന്ന് സകലത്തെയും പിടിച്ച വലയ്ക്കകത്ത് കയറ്റിയെങ്കിൽ, പടകിനകത്ത് നിറയ്ക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കിയെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട് പത്രോസേ. പലതും നിന്നെ വിട്ട് മാറിപ്പോയെങ്കിലും, പലതും നിന്നെ വിട്ട് മാറി ദുഷിച്ചു പോയെങ്കിലും, ഇന്ന് രാത്രി ദുഷിച്ചവനെ കൊണ്ട് വല പിടിക്കാൻ, ദുഷിച്ചവനെ കൊണ്ട് നിന്റെ കുടുംബത്തിനകത്തുള്ള ആമേ കേടുപാടുകൾ തീർക്കുവാൻ, ദുഷിച്ചവനെ കൊണ്ട് ദൈവം പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേ ദുഷിച്ചവൻ നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹത്തിന്റെ വല പിടിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ദുഷിച്ചവൻ നിന്റെ കുടുംബത്തിലെ അനുഗ്രഹത്തിന്റെ വല പിടിക്കാൻ പോകുകയാ. നിന്നെ ഒറ്റപ്പെടുത്തിയവൻ, ഈ കർത്താവിനെ നീ സ്വീകരിച്ചത് കൊണ്ട്, നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയത് കൊണ്ട് നിന്റെ വല പിടിക്കാൻ ഒരുത്തന്നെ ദൈവം നിയോഗിക്കപ്പെടുത്തുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വലിയ സമൂഹത്തെ നിനക്ക് വേണ്ടി ദൈവം എണീപ്പിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ആമേൻ. സ്തോത്രം. നിന്റെ പടകനെ നിറയ്ക്കുവാൻ, നിന്റെ വലയെ കീറുമാറാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, വിടുതലിന്റെ കർത്താവ് ഈ രാത്രി ഇതിനകത്തേക്ക് ഇറങ്ങി നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ അത്ഭുതത്തിനകത്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓക്കേ, ഈ കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ, ഇതെല്ലാം കിട്ടിയപ്പോൾ പത്രോസിന്റെ മനസ്സൊന്ന് ഇളകി. 8-ാമത്തെ വാക്യം എന്താ വായിച്ചത്? 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 8-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഒരു ഏറ്റുപറച്ചിൽ, കുംഭസാരം എല്ലാം നിറഞ്ഞു കിട്ടിയപ്പോ പറയുക എന്താണ്? കർത്താവേ, ഞാൻ ആരാന്നറിയാമോ? ഒരു പാപിയായ മനുഷ്യൻ. നീ എന്ത് ചെയ്യണം? എന്നെ വിട്ടു പോണം. പ്രൈസ് ദി ലോർഡ്. ഈ അത്ഭുതം അവന്റെ ജീവിതത്തിലേക്ക് ദൈവം ചെയ്തപ്പോൾ
ദൈവം ആമേൻ അവനോട് പറഞ്ഞത് അവൻ അനുസരിച്ചപ്പോൾ ദൈവം അവന് കൊടുത്ത ഒരു മാറ്റം കണ്ടോ? ഇന്ന് രാത്രി ചില മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ഇനി എന്ത് ചെയ്യത്തില്ല? നീ ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മീനിനെ അല്ല പിടിക്കാൻ പോകുന്ന, പിന്നെ ആരെ പിടിക്കും? നീ ഇനി ആമേൻ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഇനി മീൻപിടുത്തം മതിയാക്ക്. നീ ഇനി മീനിനെ പിടിക്കണ്ട. ആമേൻ, സ്തോത്രം. നീ ഇനി മനുഷ്യനെ പിടിക്കും. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടില്ലേ? ഒറ്റ പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ആമേൻ. ഒരു പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, പുറം ലോകം അറിയപ്പെടില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയവനെ, ആമേൻ, സ്തോത്രം, പുറം ലോകം മാത്രമല്ല, കടൽക്കര മാത്രമല്ല, സ്റ്റേറ്റുകൾ കടന്ന്, രാജ്യങ്ങൾ കടന്ന്, പട്ടണങ്ങൾ കടന്ന്, ജില്ലകൾ കടന്ന്, സകല അധികാരത്തിനും മുൻപിൽ നിർത്തി പത്രോസിന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ, ഇന്ന് രാത്രി ഉപദേശം കേൾക്കുന്നവനെ ചേർത്ത് പിടിക്കും. ഉപദേശം കേൾക്കുന്നവൻ എന്ത് ചെയ്യും? ചേർത്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേ. ഉപദേശം നിഷേധിക്കുന്നവനെ ആമേ തള്ളിക്കളയും, ചേർത്ത് പിടിക്കത്തില്ല. ഉപദേശം കേൾക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്തു? ചേർത്ത് പിടിച്ചിട്ട് പറയുക. ആമേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവരെന്ത് ചെയ്തു? 11-ാം വാക്യം. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചു, സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലത്തെയും വിട്ടു. ആമേൻ. എല്ലാം അങ്ങ് വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇവരെ ഒരു പദ്ധതി എന്നറിയാമോ? ആമേൻ, സ്തോത്രം. ഇവർ ഈ പടകിനെല്ലാം കരയ്ക്ക് അടുപ്പിച്ച് നല്ല ബന്ധസായിട്ട് അതിൻ്റെ മേൽക്കൂരയെല്ലാം വച്ച്, ആമേൻ, സ്തോത്രം, വേറെ ഒന്നും ചെതലോ മറ്റൊന്നും എടുക്കാത്ത വലിയ സംഭവങ്ങളെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിട്ട്, ഇവർ ബുദ്ധിയുള്ളവരാ കേട്ടോ. ഇവരെല്ലാം ചെയ്തു വച്ചിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ഇവർ മുൻപിലോട്ട് യാത്ര ചെയ്തത്. സ്തോത്രം. ഹല്ലേലൂയ. അതല്ലേ യേശുവിനെ ക്രൂശിച്ചപ്പോൾ പിന്നെയും വന്ന് ഈ പത്രോസ് പടകെടുത്ത് കണ്ടില്ലേ? പടകും വലയെടുത്ത് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് എന്നിട്ടും കർത്താവ് വിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടും വിട്ടില്ല. കാരണം പത്രോസിനെ ആർക്കും അറിഞ്ഞൂടെങ്കിലും യേശുവിന് നല്ലവണ്ണം പത്രോസിനെ അറിയാം. ആമേൻ. യേശുവിന് നല്ലവണ്ണം പത്രോസിനെ അറിയാം. കാരണം എന്നറിയാമോ? ആമേൻ. പത്രോസിനെ ഹൃദയം കണ്ട ഒരേ ഒരാളെ ഉള്ളൂ, യേശു മാത്രം. ആമേൻ. ഇന്ന് യേശു മാത്രമാണ് നിന്റെ ഹൃദയം കണ്ടത്. മനുഷ്യൻ പുറമേ നോക്കി വിധിക്കും കേട്ടോ, പക്ഷെ ഹൃദയങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഹൃദയങ്ങളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹൃദയപരമാർത്ഥികളെ കണ്ടുപിടിച്ച് വീട് തേടി വന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. വീട് എത്ര ചെറിയ വീടാണെങ്കിലും അതിനകത്ത് വന്ന് നിന്നോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ലോകം വിധി എഴുതുന്നവരുടെ നടുവിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റും? ആമേൻ. 5-ാമത്തെ അത്ഭുതം നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാം. 5-ാമത്തെ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പോയ ആമേൻ ചർച്ചുകളിലെല്ലാം അത്ഭുതങ്ങൾ നടന്നു. എന്നാൽ ഇനി അടുത്ത അത്ഭുതം ഒരു പള്ളിക്കകത്ത് കിടന്ന അത്ഭുതമാണ് ഇന്ന് രാത്രി നമ്മൾ വായിക്കാൻ പോകുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ. ആമേൻ. സ്തോത്രം. ആമേൻ. 5-ാമത്തെ അത്ഭുതം നമുക്ക് വായിക്കാം. മാർക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം മുതൽ 26-ാമത്തെ വാക്യം വരെ. മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരാം. വായിച്ചേ. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസറേയനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ചു, അവനെ വിട്ടുപോയി. എല്ലാവരും ഫിനിഷ് ചെയ്തേ. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാട് എങ്ങും പരന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ. പിശാചിനറിയാം, ഭൂതം പിടിച്ചവനറിയാം, കൃത്യമായിട്ട് ഭൂതത്തിനറിയാം ഇവൻ ആരാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്.
കണ്ടോ, വളരെ വളരെ പ്രാർത്ഥിക്കലും കേട്ടോ. പള്ളിക്കകത്ത് ചെന്ന യേശുവിനെ, പള്ളിക്കകത്ത് കയറുന്ന യേശുവിനോട് പറയുന്ന ഒരു വാക്ക് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പള്ളിയിൽ ഭൂതം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ കർത്താവിന് അവൻ നിയോഗം കിട്ടിയതിനകത്തേക്ക് കയറുമ്പോൾ 23-ാമത്തെ വാക്യം, 22-ാം വാക്യം, 23, 24, 25 നമ്മൾ വരപ്പെടുമ്പോൾ യേശു പറയുന്നതെന്നറിയാമോ? നീ എന്ത് ചെയ്യരുത്? മിണ്ടാതിരിക്കണമെന്ന് രാത്രി. നീ മിണ്ടരുത്. സ്തോത്രം. ആലയത്തിനകത്ത് നിന്ന് കർത്താവ് പറഞ്ഞു നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് തീർന്നപ്പോൾ എന്ത് ചെയ്തു? അവനെ അശുദ്ധാത്മാവ് ഇഴച്ചു കൊണ്ടുപോയി. ആരെങ്കിലും ഈ പിശാചിനെ ഇളക്കാൻ കണ്ടുണ്ടോ? ഭൂതം മാറിപ്പോകുന്നുണ്ടോ ആരെങ്കിലും? ആമേൻ, സ്തോത്രം. എങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ പിശാച് വിട്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ചില ദീർഘദൂരം ചിലപ്പോഴൊക്കെ ആൾക്കാരെ ഇഴച്ചു കൊണ്ടുപോകും, ഉരുളി നേർച്ച നടത്തും. ആമേൻ, സ്തോത്രം. പല പദ്ധതികൾ ഒരുക്കും, നിലവിളിക്കും. ചിലപ്പോഴൊക്കെ ഇവൻ എണീറ്റ് അവൻ അടിക്കാൻ ശ്രമിക്കും, പല പദ്ധതികളും ഒരുക്കും. പക്ഷെ യേശു പറഞ്ഞത് ഇതിനൊന്നും എനിക്ക് സമയമില്ല, നീ മിണ്ടാതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോയിക്കേ, ആമേൻ. അവിടെയും ഒരു കാര്യം വ്യക്തമാക്കുന്നു. അവൻ പള്ളിയിൽ എന്തിനാ പോയത്? 23 എന്തിനാ പള്ളിയിൽ പോയത്? അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. നോയിക്കേ, 22-ാം വാക്യം പറയുന്നു, അവന്റെ ഉപദേശത്തിങ്കൽ അവർ എന്ത് ചെയ്തു? വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. അവൻ ആമേൻ, ശാസ്ത്രിമാരെ പോലെ അല്ല, അവൻ അധികാരമുണ്ട്, അവൻ അധികാരമുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. വാക്കുകൾക്ക് വിലയുള്ളവനാ. ഇന്ന് രാത്രി ദൈവപൈതലേ, യേശു കർത്താവ് ഒരു ചർച്ചിനകത്ത് കയറി പോയിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവ് ഒരു വീട്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവ് ഒരു വില്ലേജിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവ് ഗലീലയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, യേശു കർത്താവ് ഏത് സ്ഥലത്താണോ ഇറങ്ങുന്നത് അവിടെ അത്ഭുതം കാണാതെ പോകത്തില്ല. ആമേൻ. അവിടെ വലിയ വിപ്ലവമൊന്നും ഇല്ലായിരുന്നു. 10,000 വാട്സുള്ള ബോട്ട്സോ സ്പീക്കറുകളൊന്നും ഇല്ലായിരുന്നു അവിടെ. ആമേൻ, സ്തോത്ര. ആമേൻ. ആ വാൾ പോസ്റ്റോ ഫ്ലക്സ് ബോർഡോ ഒന്നും ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ല. യേശു പോകുന്നിടത്ത് പിതാവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി നമ്മൾ പോകുന്നിടത്ത് വേണ്ടത് എന്തെന്നറിയാമോ? പബ്ലിസിറ്റി അല്ല, പ്രസ്തുത ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഇന്ന് രാത്രി മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. പബ്ലിസിറ്റി അല്ല, ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് വേണ്ടത്. ഈ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാ പിശാച് കയറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു അടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേലും ആമേൻ, സ്തോത്രം, ഞാൻ ദൈവാത്മാവിൽ പാട്ട് നിർത്തിയപ്പോൾ, ദൈവാത്മാവെന്ന് പറയുമ്പോൾ അറിയാലോ, അന്യഭാഷയിൽ പാടുന്ന ആമേൻ ശുശ്രൂഷ തന്നിട്ടുണ്ട് ദൈവം. അത് പാടി ആ അന്യഭാഷ ആരാധന കഴിഞ്ഞ് നിന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെ ആരും അന്യഭാഷയിൽ പാടുന്നു. ആമേൻ. ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ആരുമില്ല, എല്ലാവരും മൈക്ക് താത്തി വെച്ചിരിക്കുക. ആമേ, കീബോർഡ് വായിക്കുന്ന കർത്താവിന്റെ ദാസൻ എൻ്റെ മുഖത്ത് കണ്ണ് കാണിച്ചു, കുഴപ്പമില്ല ഞാൻ അങ്ങ് പറഞ്ഞോളാന്ന്. ആരാ പറഞ്ഞെന്നറിയാമോ? കീബോർഡ് സാർ അങ്ങ് അന്യഭാഷ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കീബോർഡിനകത്തും അന്യഭാഷ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇന്ന് പള്ളിക്കകത്ത് ആമേൻ, സ്തോത്രം, പലർക്കും അഭിഷേകം നഷ്ടപ്പെട്ട്, ദൈവകൃപ നഷ്ടപ്പെട്ട്, അന്യഭാഷ അടയാളം പോലും നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോൾ ഇലക്ട്രിക് തന്നെ ആമേൻ അന്യഭാഷ അങ്ങോട്ട് ആരാധിക്കുക. ആമേൻ. വലിയ താമസമൊന്നുമില്ല, കുറിച്ച് വെച്ചോ. ഇനി ഒരു 5 വർഷം പോണ്ട മുമ്പിലോട്ട് ആമേൻ തേങ്ങ തിരുമാൻ ആള് റോബർട്ടിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വെള്ളം കോരാൻ റോബർട്ട്, കുളിപ്പിക്കാൻ റോബർട്ട്, ആമേ സ്വത്ര ചന്തയിൽ പോയി മീൻ വാങ്ങാൻ റോബർട്ട്, ആമേ സ്വത്ര നിന്നെ തല ചീകാൻ റോബർട്ട്, മുടി വെട്ടാൻ റോബർട്ട്, ഷേവ് ചെയ്യാൻ സൂക്ഷിച്ചോളാം. കറണ്ടാറ്റ പോയി കഴിഞ്ഞാൽ കഴുത്തറ്റ് പോവും. എല്ലാ തലത്തിലും റോബർട്ടിന് ആമേൻ സ്ഥാപിക്കാനുള്ള പദ്ധതി എത്തി. ആമേൻ. ഇനിയിപ്പോ ഭാരപ്പെടണ്ട, ഒറ്റയ്ക്കാണ് റോബർട്ട് ഉണ്ടല്ലോ, അത് നിന്നെ നോക്കിക്കോളും. അസുഖം ആമേൻ, പള്ളിയിൽ പോകാൻ വേണ്ടി നിനക്ക് വണ്ടി ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു കല്യാണത്തിന് പോകണമെങ്കിലും പേടിക്കണ്ട, അവൻ ചുമന്നോളും. പക്ഷേ ചാർജ് തീർന്നവരെ ചുമക്കൂ. സ്വത്രം മനസ്സിലാക്കണം, അതിനൊരു ചാർജ് ഉണ്ട്. ആ ചാർജ് തീർന്നവരെ ചുമക്കത്തുള്ളൂ. ഇന്ന് രാത്രി പലതും ഇതാ വാതുക്ക വന്ന് നിപ്പുണ്ട്. ഭരണമേറ്റെടുക്കാൻ, കർത്തൃത്വം ഏറ്റെടുക്കാൻ പലതും വാതുക്ക നിപ്പുണ്ട്. ഇന്ന് രാത്രി കുറിച്ചു വെച്ചോ, ഒരു 5 വർഷം മുമ്പിലോട്ട് പോണ്ട. അതിനകത്ത് വെച്ച് ഭവനങ്ങളിൽ പാചകത്തിന് ജോലിക്കാരെ വരെ ആമേ റിസൈൻ ചെയ്തിട്ട് പാചകം വരെ ഇതൊക്കെ ഏറ്റെടുക്കും. എന്തിനേറെ ഹല്ലേലൂയ, ഒരു തത്ത സംസാരിക്കുന്നത് പോലെ നിന്റെ പേര് പറഞ്ഞു വിളിക്കും. ഇനി പ്രവാചകന്മാരെ വേണ്ട, പ്രവാചകന്റെ ശുശ്രൂഷ ഇത് ഏറ്റെടുക്കും.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി പ്രവാചകിമാരെ വേണ്ട, വീട്ടിൽ പത്രം വരുത്തണ്ട, സകലതും ഇത് ഏറ്റെടുക്കും. നിന്റെ നാളും ആമേൻ ജാതകവും എല്ലാം ഇത് ഏറ്റെടുക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ആമേൻ. അത് വരും മുമ്പേ കർത്താവിന്റെ സഭ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് വരും മുമ്പേ കർത്താവിന്റെ സഭ എടുക്കപ്പെടും. ആമേൻ. അതിന് മുന്നോടിയായി ഇതാ പലതും രംഗത്ത് വരുന്നുണ്ട്. കിടന്നു കുളിക്കുന്ന ബാത്റൂം അകത്തോട്ട് കയറി കിടന്നു കൊടുത്താൽ മതി. അത് കുളിപ്പിച്ച് ഒരുക്കി പൗഡർ വിട്ട് തലയും തോത്തി തലയും ചീകി ആമേൻ എല്ലാം ചെയ്ത് നിന്നെ പുറത്തെടുക്കുന്ന ആമേ ബാത്റൂം വരെ വന്നിട്ടുണ്ട്. ഇനി എന്തു വരണം ഇനി ഈ ഭൂമിയിൽ? ആമേ സ്തോത്രം. സകലത്തെയും അധികാരം ഏറ്റെടുക്കാൻ ഇതാ ചിലത് ക്യൂ നിപ്പുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. നോക്കിക്കേ, പള്ളിക്കകത്ത് ആമേ സ്തോത്രം അന്യഭാഷകൾ നിന്നുപോയിരിക്കുന്നു, ആത്മീക ആരാധനകൾ നിന്നുപോയിരിക്കുന്നു, ദൈവ ശബ്ദം നിന്നുപോയിരിക്കുന്നു. ആലയത്തിനകത്തളങ്ങളിൽ പൈശാചികം കുടിയേറിക്കഴിഞ്ഞു. അതേ ആലയത്തിനകത്താണ് യേശു കർത്താവ് കടന്നു വന്നിട്ട് ആമേ ശുശ്രൂഷ ഏറ്റെടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ആമേൻ, പ്രൈസ് ദി ലോർഡ്. 24-ാമത്തെ വാക്യം പറയുന്നു, നസറേനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ആമേൻ ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. നോക്കിക്കേ, അപ്പോൾ വരുന്നവനെ അറിഞ്ഞൂടെ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഭൂതമെല്ലാം ഒഴിപ്പിക്കാൻ പോകുമ്പോഴേ ചെല്ലുമ്പോഴേ പറയും പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു ഭൂതത്തെ ഒഴിപ്പിക്കാൻ പോയപ്പോൾ ചെല്ലുമ്പോഴേ പറഞ്ഞു, എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയാം. ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആമേൻ ആര് പറഞ്ഞിട്ടാണ് വന്നെന്ന് അറിയാം. എല്ലാ പേരും മണിയായിട്ട് ഇങ്ങനെ പറഞ്ഞു വരികയാ. ആമേൻ സ്തോത്രം. എന്നിട്ട് ആമേൻ പോയി ചായ എടുത്തുകൊണ്ട് വരികയാ. ചായക്ക് പഞ്ചാര വേണ്ടെന്നും എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചായക്ക് പഞ്ചാര കുറച്ചായിട്ട് കുടിക്കുന്നത് അതുവരെ അറിയാം ഭൂതത്തിന്. സ്തോത്രം പറ. ആമേൻ, അതുവരെ ഭൂതത്തിന് അറിയാം. എന്നിട്ട് എൻ്റെ നാളും പൂരാടവും ആമേൻ പൂരിട്ടാതി എല്ലാം പുള്ളി പറയുക. ആമേൻ. അപ്പോൾ ഞാൻ സണ്ണി ബ്രദറെ ഇതെല്ലാം കൊള്ളാമല്ലോ പരിപാടി. പാസ്റ്റർ ഇത് കൊള്ളാം, കുറച്ച് നാളായി, നമുക്കിതൊന്ന് മാറ്റണ്ടേ? പിന്നെ ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് ദൈവകുഞ്ഞെ, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വെള്ളപ്പൊക്കം വരുന്നെന്ന് പറഞ്ഞ് പ്രവചിച്ച ആമേ പള്ളിക്കകത്തിരുന്ന് പറഞ്ഞു വെള്ളപ്പൊക്കം വരാൻ പോകുന്നു, ആമേ സുനാമി വരാൻ പോകുന്നു എന്ന് പ്രവചിച്ച് ഒരു ദൈവദാസ് ചാടി എണീറ്റു. ഹല്ലേലൂയ, ചാടി എണീറ്റ് പ്രവചിച്ചു. കറക്റ്റായിട്ട് വെള്ളപ്പൊക്കം വന്നു. അനേകായിരങ്ങൾ ഈ ഭൂപരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് പറഞ്ഞത് ദൈവാത്മാവല്ല പറഞ്ഞ, പിന്നെയോ ഭൂതമാ പറഞ്ഞത്. ഒരു 2 വർഷം കാത്തിരിക്കേണ്ടി വന്നു. സഭയ്ക്കകത്തൊരു കാത്തിരിപ്പ് വെച്ചു. ആമേ പാസ്റ്റർ എം മത്തായി അവർ ചർച്ചിനകത്തേക്ക് കടന്നു വന്നു. ആമേ ഭൂതത്തിന്റെ സ്പെഷ്യലിസ്റ്റാ. പ്രൈസ് ദി ലോർഡ്. പത്തനാപുരം എന്ന് പറഞ്ഞാൽ മോർച്ചറി പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജയെ കിടുകിട വിറയ്ക്കും. തന്നെ കണ്ടാലും പേടിച്ചു പോകും. കാറത്ത് കരിങ്കുറ്റിയായിരിക്കുന്ന ഏകദേശം ഏറെക്കുറെ 4 അടി 2 ഇഞ്ച് പൊക്കം അത്രേ വരൂ. ഒറ്റ മുണ്ട് കൊടുത്ത് ഒരു വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ആമേ ഭാര്യയും ഭർത്താവും കൂടെ മീറ്റിംഗ് കയറി വന്നപ്പോൾ തന്നെ അവിടെ ഇരുന്ന് വെള്ളപ്പൊക്കം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് പ്രവചിച്ച പാസ്റ്ററിന്റെ ഭാര്യ ചാടി അയച്ചിട്ട് പറയുക, എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയാം, എന്നെ മാറ്റാൻ വേണ്ടി വന്നതല്ലേ. ആമേൻ സ്തോത്രം. ഞാനൊന്ന് പറയട്ടെ, ഇന്ന് രാത്രി ഹല്ലേലൂയ പള്ളികളിലേക്ക് ദൈവത്തിന്റെ തീ ഇറങ്ങുമ്പോൾ ഇന്ന് പ്രവചിക്കുന്ന സ്പ്രിങ് പോലെ ചാടിക്കളിക്കുന്ന പലതും ആമേ കൊടഞ്ഞെടുക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഈ ഇരിക്കുന്ന ഭവനത്തിനകത്ത് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന കൃപകൾ പ്രാപിച്ചെടുക്കണം. ആമേൻ. വചനം പറയുന്നു, വക്രനോട് ദൈവം എന്ത് ചെയ്യും? വക്രത കാണിക്കുമെന്ന. വക്രനോട് ദൈവം എന്ത് ചെയ്യും? വക്രത കാണിക്കും. വക്രത വച്ചുകൊണ്ടിരിക്കുന്ന സകലത്തെ പിരുത്തടുക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ആലയത്തിനകത്ത് കടന്നു വന്നപ്പോൾ അവിടെ ഇരുന്ന ഭൂതാത്മാവ് പിടിച്ചവൻ ചാടി അഴിച്ചു പറയുക, എനിക്ക് നിന്നെ അറിയാം, നീ ആരെന്നറിയാമോ? നസ്രത്തുകാരനാ. നോക്കണ്ടോ, ഡീറ്റെയിൽ പറഞ്ഞു. എവിടെ നിന്ന് അമ്മ ജനിച്ച് വളർത്തപ്പെട്ടു, നിന്റെ അപ്പനാര്, നിന്റെ അമ്മയാര്, നീ എന്ന് ഉരുവായി, നീ എങ്ങനെ ഉരുവായി, സകലം നിരത്തി വയ്ക്കാനിടയായി. പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി കൂടെ അടുത്തിരുന്ന് പ്രവചിക്കുന്നതിനെ സൂക്ഷിക്കണം. ആമേ ആത്മാവിനെ തിരിച്ചറിഞ്ഞാണ് കൈ കൊടുക്കാൻ, ആത്മാവിനെ തിരിച്ചറിഞ്ഞു തല കൊണ്ട് വെച്ചു കൊടുക്കാൻ. ആമേ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേ എല്ലാവർക്കും കൈ കൊടുക്കാൻ വേദോസ്തം പറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ വിളിച്ചു പറയുന്നു, ഭൂതാത്മാവിന്റെ മേൽ അധികാരമുള്ളവൻ. ഹല്ലേലൂയ. കേൾക്കണമോ? പ്രാർത്ഥന നീണ്ടു. 1 മണിയായി, 2 മണിയായി, പ്രാർത്ഥന തീർന്നില്ല. 3 മണിയായി, തീർന്നില്ല. 4 മണിയായപ്പോൾ പറയുക, ഞാൻ പോകാം, എന്നെ വിട്ടേക്ക്. സ്തോത്രം. നീ എങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. നീ പറഞ്ഞ് സത്യം ചെയ്തിട്ട് പോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്ന രാത്രി ആമേ ചില സത്യം ചെയ്ത് മാറുന്ന രാത്രിയാ പലതിനെയും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ്
ഈ സാത്താൻ ഒരു പദ്ധതി ഉണ്ട് കേട്ടോ. കുറവിനെ കണ്ടുപിടിക്കാൻ പിറകെ പോകും. സ്വത്രം പറ. പരീശന്മാർ യേശുവിന്റെ പിന്നാലെ പോയതിനെന്നറിയാമോ? യേശുവിനെ രക്ഷിക്കാനല്ല, പിന്നെന്തിനാ? യേശുവിനെ ശിക്ഷിക്കാനാ, ക്രൂശിക്കാനാ. പ്രൈസ് ദി ലോർഡ്. അവർ കള്ളനുമായ കൂട്ട്. ബർന്നബാസിന് മതി, യേശുവിനെ വേണ്ട. കാരണം ഉപദേശം വേണ്ട, ബർന്നബാസിന് മതി. അവൻ കൊലയാളിയാ, കള്ളനാ, കവർച്ചക്കാരനാ, പിടിച്ചുപറിക്കാരനാ, കായങ്ങളെ കൊച്ചുണ്ണിക്കാരും വലിയവനാ, അവനെ മതി. യേശുവിനെ ക്രൂശിക്ക. പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും സകലതും വിളിച്ചു പറഞ്ഞ ഒറ്റ വാക്ക്, ക്രൂശിക്ക. എനിക്ക് ബർന്നബാസിനെ മതി, കള്ളനെ മതി. ഇന്ന് കള്ളന്മാരെ മതി. യേശുവിന് സാന്നിധ്യം വേണ്ട, കർത്താവിന് ഉപദേശം വേണ്ട, പത്തി ഉപദേശം വേണ്ട, പലതും വേണ്ട. വേണ്ട എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ പീലാത്തോസ് ഒറ്റ കാര്യം പറഞ്ഞു, നീ നീതിമാനാണ്, ഈ രക്തത്തിൽ എനിക്ക് എന്തില്ല, പങ്കില്ല. ഇന്ന് രാത്രി സ്തോത്രം, അഭിഷക്തന്മാർക്ക് നേരെ കർത്താവിന്റെ നേരെ സ്തോത്രം കത്തിയെടുത്ത ഒത്തിരി പുരോഹിതന്മാരുണ്ടായിരുന്നു, ഒത്തിരി ശാസ്ത്രിമാരുണ്ടായിരുന്നു, ഒത്തിരി പരീശന്മാരുണ്ടായിരുന്നു. അവരിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവല്ല. ശ്രദ്ധിക്കൂ. ഹല്ലേലൂയ. പിറകെ കൊണ്ടുപോകുന്ന ചിലത് പദ്ധതികൾ ഒരുക്കുന്നതില്ലേ, ഇതൊന്നും ദൈവാത്മാവ് പ്രാപിച്ചതല്ല, ഉപദേശം കൈക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ, കണ്ണീര് തുടയ്ക്കുന്നതാകട്ടെ. നമ്മുടെ വാക്കുകൾ ഒരുത്തന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതാകട്ടെ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ചിരി, നമ്മുടെ സംസാരങ്ങൾ അവന് സ്തോത്രം ഒരു 50 വർഷം കൂടെ ജീവിക്കാനുള്ള ആയുസ് കൊടുക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നോക്കിക്കേ, ഈ വാക്യം വായിച്ചു വരും. 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 8:29, മാർക്കോസ് 1:34, അപ്പോസ്തല പ്രവൃത്തി 19:15. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ലേഖനം 2:19, യോഹന്നാൻ 6:69, അപ്പോസ്തല പ്രവൃത്തി 3:14, വെളിപ്പാട് 3:7. പ്രൈസ് ദി ലോർഡ്. ലൂക്ക 1:35, 1 യോഹന്നാൻ 2:20. ഇത്രയും വാക്യം നിങ്ങൾ വായിച്ച് നോക്കിക്കേ. ഭൂതത്തിന്റെ ശക്തികൾ പലയിടത്തും ഇളകി വരികയാ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന സ്തോത്രം പ്രൈസ് ലൂക്കായുടെ തന്റെ സുവിശേഷത്തിന്റെ അകത്തളങ്ങളിൽ പല ദൂതുകളും അടങ്ങിയിരിക്കുമ്പോൾ സ്തോത്രം. എന്നാൽ മാർക്കോസിലേക്ക് വരുമ്പോൾ മാർക്കോസ് പറയുന്ന ഒരു കാര്യം ഇതാണ്. സ്തോത്രം. ആലയത്തിനകത്ത് പതിയിരിക്കുന്ന, ഗലീലക്കകത്ത് പതിയിരിക്കുന്ന ചില പതിയിരിപ്പുകളെ പുറത്തെടുക്കുന്ന ഒരു ശുശ്രൂഷയും പ്രാപിച്ച് യേശു കർത്താവ് അകത്തേക്ക് കയറിയിരിക്കുക. ഇന്ന് രാത്രി ആലയത്തിനകത്ത് യേശു വേണം. ഉടമനരകതുരി അതുരകരാജകൾ കനാദികൾ കടകപരം ധനാകര പ്രൗഢപരക്ഷം. ഇന്ന് രാത്രി സ്തോത്രം വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 24-ാമത്തെ വാക്യം ഞാൻ വായിച്ചു. 25 ഒന്ന് വായിച്ചേ. 25 നോക്കിയിട്ട് 26 ഒന്ന് വായിച്ചേ. 26. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ചു. അവനെ വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. കണ്ടോ? അവന്റെ ശ്രുതി പറഞ്ഞു. ആമേൻ. കണ്ടോ? അവന്റെ വാക്ക് അനുസരിച്ചു. ആമേൻ. ഇന്ന് രാത്രി നിങ്ങളുടെ ചർച്ചിനകത്ത് ഒരു അശുദ്ധാത്മാവ് ഇളകുമ്പോൾ പേടിക്കണ്ട. അധികാരത്തോടെ പോയി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ അധികാരം പ്രാപിക്കണം. നിങ്ങൾ യേശുവിൻ്റെ അത്ഭുതം ഈ ശുശ്രൂഷ കഴിയും മുമ്പ്, യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ ശക്തി തീരും മുമ്പ് നിങ്ങൾ അധികാരം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ? ആമേൻ. എൻ്റെ അമ്മയുടെ തലയിൽ കൈവച്ച് ഭൂതത്തെ മാറ്റിയതാ ഞാൻ. സ്വതന്ത്രം പറ. ഇളകി എന്നിട്ട് എൻ്റെ രക്തം കാണാതെ ഈ ഭൂപരപ്പിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞത് എൻ്റെ അമ്മ. ആമേൻ. സ്തോത്രം. അവരെ മണ്ടയ്ക്കിരുന്ന പിശാചിനെ മാറ്റാൻ കർത്താവ് ഞാൻ കൃപ പ്രാപിച്ചു. ഇന്ന് രാത്രി ആമേൻ. സ്തോത്രം. ദൈവഹിതമില്ലാത്ത വാക്കുകൾ വരുമ്പോൾ ശ്രദ്ധിക്ക്, അത് ദൈവാത്മാവല്ല,
അത് ഭൂതത്തിന്റെ ശക്തിയാ. അതിനെ മാറ്റാൻ ആമേൻ ഒരുത്തനെ എങ്ങനെയെങ്കിലും പെട്ടിക്കകത്താക്കണമെന്ന ചിന്ത, ഒരുത്തൻ നശിച്ചു കാണണമെന്ന ചിന്ത, ഒരുത്തൻ ആമേൻ സ്തോത്രം കണ്ണീര് ഒഴുകരുതെന്ന് പറഞ്ഞ ചിന്ത, അത് ദൈവാത്മാവല്ല കേട്ടോ, അത് പൈശാചിക മണ്ഡലമാ. ഇതാ ഇവിടെ പരീശന്മാരെല്ലാവരും പറയുന്നൊരു വാക്ക് കേട്ടെ, ഇതൊരു പുതിയ ഉപദേശമാണോ? അല്ല, ഇത് പുതിയ ഉപദേശമല്ല. ഇത് ആമേൻ സംഭവിക്കേണ്ടത് ആലയത്തിനകത്ത് സംഭവിക്കുന്നു. നോയിക്കേ, അവൻ ഇഴച്ചു കൊണ്ടുപോയി അവന്റെ മേലുള്ള അശുദ്ധാത്മാക്കളെ കണ്ടപ്പോൾ ഇവർ പേടിച്ചു പോയി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കമ്പിവാചത്തിൽ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അത് ആ വാക്യങ്ങൾ വായിച്ചു നോക്ക്. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് ഒരു വാക്യത്തിൽ വരാം. മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം വായിച്ച്. മത്തായി 8:29 ഒന്ന് വായിച്ചേ. 8:29 ഒന്ന് വായിച്ചേ. ആ 8:29. ആ വഴി അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, നിലവിളി സമയത്തിന് മുമ്പേ. അപ്പൊ സമയമുണ്ട്. പിശാചൻ എന്തുണ്ട്? സമയമുണ്ട്. ഒരുത്തരെ താഴ്ച കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ആ അധ്യായം നിങ്ങൾ ശരിക്കും വായിക്കണം കേട്ടോ. അതിനകത്ത് യേശു ചെയ്ത അത്ഭുതങ്ങൾ. സ്തോത്രം. പിശാചിന്റെ മേലുള്ള അധികാരം ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിക്കണം കേട്ടോ. നിങ്ങൾ ഈ രാത്രി 35 അത്ഭുതം കഴിയും മുമ്പ് നിങ്ങൾ കരുത്തന്മാരാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ പോരാട്ടം നന്മയോടല്ല. നമ്മൾ എങ്ങനെ പോരാടേണ്ടത്? തിന്മയോട് പോരാടണം. പ്രൈസ് ദി ലോർഡ്. നന്മയോട് പോരാടരുത്, തിന്മയുടെ ശക്തിയോട് പോരാടാൻ തീരുമാനമെടുക്കുന്ന ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി നിന്റെ കാൽപാദം ചില വില്ലേജിൽ ഊന്നുമ്പോൾ ശത്രുവിന്റെ ഇരിപ്പിടം പൊളിയും. ശുഡമനരകതുനി വൈഡകരാജകൽക്കനാദി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നു, ചില ഇരിപ്പിടങ്ങൾ പൊളിയും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില ഇരിപ്പിടങ്ങൾ പൊളിയും. കാരണം ദൈവാത്മാവ് പ്രാപിച്ച ദൈവകുഞ്ഞെ, നിന്റെ വാക്കുകൾ മൂർച്ചയുള്ളതായിരിക്കട്ടെ, നിന്റെ വാക്കുകൾ അധികാരമുള്ളതായിരിക്കട്ടെ. ഇതിനകത്തിരിക്കുന്ന വചനം പഠിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ ആഗ്രഹം മൂർച്ചയുള്ളതായിരിക്കട്ടെ. ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന സ്തോത്രം ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദിവസവും ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഞാൻ ഇന്ന് എന്താ ചെയ്യേണ്ടത്? ആമേൻ. ഇന്ന് എൻ്റെ ജോലി എന്താ? ചോദിക്ക് ദൈവത്തോട്. ഞാൻ ഇന്ന് എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്ന് എങ്ങോട്ടാ സഞ്ചരിക്കേണ്ടത്? ദൈവത്തോട്. ദൈവം പറയാതെ ഇറങ്ങരുത്. ദൈവം പറയാതെ ഒന്നിലേക്ക് നീ പ്രവേശിക്കരുത്. ദൈവ ശബ്ദം നീ കേൾക്കണം. പ്രവാചകന്മാരുടെ പ്രവചനം വേണ്ടെന്നല്ല, വേണം. അതിലുപരി നീയും ദൈവവുമായിട്ടൊരു ബന്ധം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകന്റെ ശബ്ദം എന്ന് പറയുന്നത് നിന്നെ ബലപ്പിക്കുന്ന ശബ്ദമാണ്. പഴയ നിയമം മുതൽ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നത് ബലപ്പിക്കുന്ന ശബ്ദമാണ്. തളർത്തുന്ന ശബ്ദമല്ല, ബലപ്പിക്കുന്ന ശബ്ദം. ആമേൻ. തീർന്നവനെ പുറത്തു കൊണ്ടുവരുന്ന, മരിക്കുമെന്ന് പറഞ്ഞവനെ മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ശബ്ദം. ഇനി വേണ്ട എന്ന ആത്മഹത്യക്ക് ഇരിക്കുന്നവനെ ഈ ശബ്ദം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടൊക്കെ പറയുന്നു, നീ ബലം പ്രാപിച്ച് പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത 4-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. ലൂക്കായുടെ സുവിശേഷം 4:33-35 വരെയുള്ള വാക്യം. 4:33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. ലൂക്കായുടെ സുവിശേഷം 4:33 മുതൽ 35 വരെ. അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ, നസറേനായ യേശുവെ വിടൂ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നിരിക്കുന്നുവോ? നീ ആർ എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കം നിലവിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി. ആമേൻ. ആ ഭൂതത്തിന്റെ പേരെന്നറിയാമോ? അശുദ്ധ ഭൂതം.
ഏതാണ്? ഒന്ന് ഉറച്ച് നിങ്ങളില്ല പറഞ്ഞോ. അശുദ്ധ ഭൂതം ബാധിച്ചത് എവിടെ ഇരിപ്പുണ്ട്? അതിനകത്തിരിക്കുകയാണ്. ആമേൻ. പള്ളിക്കകത്തിരിക്കുന്ന ഏത് ഭൂതം എന്നറിയാമോ? അശുദ്ധ ഭൂതം. ആമേൻ. പള്ളി പോയോ? ഓ. കാണിക്കട്ടോ, പിന്നെ ദശാംശം, ഓ, എല്ലാം ചെയ്തു. പുറത്തിറങ്ങും വായിന്ന് പറഞ്ഞ വാക്ക് കേൾക്കണം. മറ്റേ പുള്ളി ഉണ്ടല്ലോ, നീ എന്ത് കണ്ട്? കത്രിമേശ എടുത്തതേ ഉള്ളൂ. ആമേൻ. പുറത്തിറങ്ങിയിട്ട് പറയുന്നത് ഇങ്ങ് വന്നേ. ഒരാൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ വിശുദ്ധ ചുംബനം ചെയ്തിട്ട് വിടുന്നില്ല. കാര്യം പറഞ്ഞു കൊടുക്കുക ചെവിയിൽ. വിട്ടാ നീ പോണെങ്കിൽ, അതുകൊണ്ട് ചുംബനം ചെയ്തിട്ട് കെട്ടി പിടിച്ചു വെച്ചോണ്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. ഞാൻ ഈ ലാസ്റ്റ് ആശ്രമം പറഞ്ഞ് പിടിവിടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ജസ്റ്റ് നോക്കിയ പാസ്റ്ററിൻ്റെ ഭാര്യ നോക്കിയ, എന്താ അവിടെ വിഷയം? പാസ്റ്റർ വേറെ കുഴപ്പമൊന്നുമില്ല, അവർ കാര്യം പറയുക. ആശീർവാദം കേട്ടതും അറിഞ്ഞില്ല, സഭ പിരിഞ്ഞതും അറിഞ്ഞില്ല, പിടിയും വിട്ടില്ല. കാരണം അപ്പൊ അവർ പ്രാപിച്ചത് ആത്മാവേദ, അശുദ്ധ ഭൂതം. അടുത്ത ആഴ്ച എങ്ങനെ പള്ളി പൊളിക്കാം, എങ്ങനെ അവനെ പാര വയ്ക്കാം? ദൈവദാസന്മാരെ പാര വെച്ച ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇതൊക്കെ അശുദ്ധ ഭൂതമാ. അതാണ് ഓബദ്യാവിനോട് പറഞ്ഞത്, നീ നക്ഷത്രങ്ങളുടെ കൂട് വച്ചാലും പറ, ഞാൻ നിന്നെ അവിടെ നിന്ന് താഴെ ഇറക്കും. എവിടെ? താഴെ. എന്റെ പൊന്ന് കർത്താവിന്റെ അഭിഷക്തന്മാരെ, ദൈവം ഉയർത്തി ഉയർത്തി വിടുമ്പോ ആ ഉയർച്ചയിൽ നീ അഹങ്കരിക്കാനല്ല, അവിടെ താഴ്ത്തിക്കൊട്. ഇതെന്റേതല്ല അപ്പപ്പ, ഇതെന്റേതല്ല, ഇതെന്റെ പ്രോസസ്സിംഗ് അല്ല, ഇത് നിന്റെ പ്രോസസ്സിംഗിലാ ഞാൻ നിൽക്കുന്നത്. ആരാധന ആലയത്തിനകത്ത് കയറി ആരാധന കഴിയുമ്പോൾ നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഉപ്പിനാൻ രുചിയുള്ളതായിരിക്കട്ടെ. ആരെങ്കിലും ഇടങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, സ്തോത്രം, അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് തിരക്കുണ്ട്, പൊയ്ക്കോ, പിന്നെ അവർ വരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്ന രാത്രി നിന്നെ വളർത്തുവാനുള്ളതാ ദൈവാത്മാവ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ അപ്പോൾ എൻ്റെ പിറകിലോട് ചിന്തിക്കേണ്ടി വരും. എൻ്റെ അനുഭവം നിങ്ങൾക്ക് അറിയാമോ? ഒരു സാക്ഷി പറയാൻ പോലും, 8 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഒരു സാക്ഷി പറയാൻ പോലും ആമേൻ വേദി തന്നില്ല സഭ. ആമേൻ, ഹല്ലേലൂയ. ഈ വേദിയെല്ലാം ഞാൻ ഉണ്ടാക്കി ദൈവത്തോട് മുഴങ്കാലി ഇരുന്ന് ദൈവത്തോട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ ഏൽപ്പിക്കുന്ന ജനത്തെ ഞാൻ എങ്ങനെയൊക്കെ ഒരുക്കാൻ കഴിയോ അങ്ങനെയൊക്കെ ഞാൻ അവരെ ഉപയോഗിക്കും. അതാ നിങ്ങളോട് പ്രസംഗിക്കാൻ പറയുന്നത്. ആമേൻ. വളർത്തുന്നവനായിരിക്കണം അഭിഷക്തൻ, തളർത്തുന്നവനാകരുത്. അത് വിശുദ്ധ ഭൂതം. നിന്റെ ഉള്ള കൃപാവരങ്ങളെ കണ്ടുപിടിച്ച് വളർത്തുന്നവനാ ദൈവദാസൻ. നിന്നിലുള്ള കൃപാവരങ്ങളെ കണ്ട് അടിച്ചമർത്തുന്നവനല്ല. അതാണ് വിശുദ്ധ ഭൂതം. അതിനെ മാറ്റാൻ യേശു വന്നേ പറ്റൂ. അത് യേശു വന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്തേക്ക്, ചില പള്ളിക്കകത്തേക്ക് കർത്താവ് കയറിയിരിക്കുക. നിന്റെ പൈസയൊന്നും കർത്താവിന് ആമേൻ പ്രീതിയല്ല കേട്ടോ. ദൈവത്തെ അറിഞ്ഞ് ഓക്കെ, പക്ഷെ ഈ ദൈവത്തെ അറിഞ്ഞ് നീ ആ വ്യവസ്ഥയെ നിന്നാൽ അബ്കാരിയുടെ പൈസയൊന്നും സ്വതന്ത്രകാഴ്ചക്കകത്ത് വേണ്ട, വ്യഭിചാരിയുടെ പൈസയും വേണ്ട, കള്ളന്റെ പൈസയും വേണ്ട, വിശുദ്ധ ഭൂതത്തിന്റെ പൈസയും വേണ്ട. എന്നാൽ കർത്താവ് പറഞ്ഞെന്താണ്? വിശുദ്ധന്മാരെ സ്തോത്രം. ഞാൻ ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കോട്ടയത്തെ നോക്കി ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യം ഇതാ. ഇന്നേക്ക് 20 വർഷം മുൻപ് ഞാൻ വിളിച്ചു പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്. ആമേ, സ്രാപ്പ് ലേലം പിടിക്കുന്നവന്റെയും അബ്കാരിയുടെയും വ്യഭിചാരശാല നടത്തുന്നവന്റെയും ആമേ അടിച്ചു മാറ്റുന്നവന്റെയും കള്ളന്റെയും അശുദ്ധ ഭൂതത്തിന്റെയും ആമേ പ്രൈസ് ദി ലോർഡ് ഈ പൈസയൊന്നും കർത്താവിന് വേണ്ട. 4 ദിവസം കഴിഞ്ഞപ്പോൾ കോട്ടയം നോർത്ത് ആമേൻ ചർച്ചിലെ ആമേൻ അഭിഷക്തനും പറഞ്ഞു 23 പേര് സ്നാനപ്പെട്ടെന്ന്. അതിൽ 12 പേര് കള്ളുഷാപ്പെടുത്തുന്നവരാണ്. ദൈവത്തെ മാറി. ഇന്ന് അവരൊക്കെ രാജ്യങ്ങൾ കടന്നു. സ്തോത്രം പറ. പേരൊന്നും പറയുന്നില്ല, രാജ്യങ്ങൾ കടന്നു. രാജ്യങ്ങൾ. ഹല്ലേലൂയ.
ആമേൻ, സ്തോത്രം. ദൈവമേ, നിന്നെ ഏൽപ്പിച്ച് നീ ചെയ്യാൻ തുടങ്ങിയാൽ ദൈവം നിന്നെ മാനിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഏത് സ്ഥലത്ത് നിന്ന് പറയാൻ നിന്റെ ആമേൻ നാവ് പൊങ്ങിയാൽ ദൈവം നിന്നെ അതിൽ മാനിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി പ്രഗൽഭത്തോടെ പറ, ദൈവമേ, എന്നെ മാനിച്ചത് നീയാണ്. ആമേൻ, സ്തോത്രം. എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം നീയാണ് കർത്താവ് എന്ന് പറ. ഇല്ലാത്തതെല്ലാം നക്ഷത്രങ്ങളുടെ കൂടുവയ്ക്കുന്നത് പോലെ ഇരിക്കും. ഹല്ലേലൂയ. കർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അവിടെ നിന്ന് താഴെ ഇറക്കി താഴെ കൊണ്ടുവന്ന് നിനക്ക് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യും. ഹല്ലേലൂയ. ദൈവദാസന്മാരെയോ ദൈവമക്കളെയോ അശുദ്ധ ഭൂതം ബാധിച്ച പലതും അവൻ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ സ്തോത്രം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 33, 34, 35, 36 വാക്യങ്ങളിലേക്ക് ഇവിടെ പറയുകയാണ്, നീ മിണ്ടാതിരി. ഇന്ന് രാത്രി മിണ്ടാതിരി. ആമേൻ, സ്തോത്രം. ഒരു ഭാഗത്ത് പറയുക, നീ മിണ്ടാതിരുന്നാൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് മുഴങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് തൊട്ടു പറയുന്നു. ഈ 5-ാമത്തെ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, പള്ളിക്കകത്ത് കയറി ഭൂതാത്മാവിനെ കർത്താവ് ശാസിച്ചു മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചേച്ചിക്ക് ഭൂതമൊക്കെ കണ്ട പേടിയാ. ഒരു പള്ളിക്കകത്തിറങ്ങി ഓടിക്കളഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആളിനെ കാണാനില്ല, പുറകെ ആളിനെ ഇത് കാണാനില്ല. ഒരൊറ്റ ഓട്ടം. അയ്യോ, ദിനീഷ് ബ്രദറെ ഓടിയ ഓട്ടത്തിൽ കാണണം. ആമേൻ, ആമേൻ. അടുത്തിരുന്ന് ആരാച്ചുകൊണ്ടിരുന്ന വ്യക്തി ഭൂതം കയറിയത്. പിന്നെ അങ്ങോട്ട് പുൽപ്പിറ്റിക്കൊണ്ട് കെട്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. സ്തോത്രം. അത് മാറിയത് രാത്രിയായി മാറിയപ്പോൾ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നോക്കി എൻ്റെ പുറകെ ആളിനെ കാണാനില്ല, എല്ലാവരും ഇറങ്ങിപ്പോൾ കളഞ്ഞു. സ്തോത്രം. ഇതൊക്കെ യേശു നിൽക്കുന്ന നിപ്പ് കാണണം. ആകപ്പാടെ നലിഞ്ഞൂല് ഇത്രേ ഉള്ളുമായിരുന്നു. പക്ഷെ നിന്ന് നിപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ പള്ളിയെല്ലാം ഇടിച്ച് പൊളിച്ച് ഇതിനെ തകർത്ത് ഉടച്ചു കളയുമെന്ന് വിചാരിച്ചു. സ്തോത്രം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചിലതൊക്കെ ഇങ്ങനെ ഇരിക്കും, അവൾ അറിയത്തില്ല. സ്തോത്രത്തിൽ സ്തോത്രമുണ്ട്, അന്യഭാഷ കൊണ്ട്. പക്ഷേ അവരുടെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങണം. സ്തോത്രം. പ്രത്യേകിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവരെ, മിണ്ടാത്തവരെയും കൈ തരാത്തവരെയൊക്കെ സൂക്ഷിക്കണം. ആമേൻ. അതിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ അഭിഷേകം പ്രാപിച്ച് കൈ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് മിണ്ടിക്കഴിഞ്ഞാലേ, സ്തോത്രം പറ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രത്തിലേക്കൊന്ന് വാ. ആമേൻ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ ഇന്ന് രാത്രി. ആമേൻ. ഹല്ലേലൂയ. വരവ് താമസമെങ്കിൽ നമുക്ക് ആമേൻ, സ്തോത്ര കൺവെൻഷൻ വരുന്ന മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് കാണാം ദൈവ മഹത്വം വെളിപ്പെടുന്ന കാണാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തി അയക്കണമെന്ന് ദൈവം നമ്മുടെ സഭകളിൽ ഇറങ്ങി വരണം. ദൈവം നമ്മുടെ ചർച്ചകളിൽ ഇറങ്ങി വരണം. നമ്മുടെ ദേശത്ത് കർത്താവ് നടക്കണം. കാരണം നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ അബ്രഹാം ദൈവമേ 50 ആമേൻ, പ്രൈസ് ദി ലോർഡ്, വ്യക്തികൾ ആമേ തെറ്റുകാരുണ്ട്, പക്ഷെ ഒരു നീതിമാനേ ഉള്ളൂ. നീ പട്ടണം നശിപ്പിക്കുമോ? ഇല്ല അബ്രഹാമേ, നീ ഒരു നീതിമാനാണെങ്കിൽ ആ പട്ടണത്തെ ഞാൻ സൂക്ഷിക്കും. ഇന്ന് രാത്രി നിങ്ങളിരിക്കുന്ന ആ ഏരിയയിൽ നിങ്ങളാണ് കാവൽക്കാർ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഓമനസിനെ പ്രാർത്ഥിച്ചോ, മിനി അഭിഷത്തെ പ്രാർത്ഥിച്ചോ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തന്മാരെ പ്രാർത്ഥിച്ചോ. നിങ്ങളാണ് ആമേൻ ദേശത്തിലെ കാവൽക്കാർ. ആ കാവൽക്കാർ അതിനകത്തുനിന്ന് ഒന്ന് കുറഞ്ഞാൽ അതിന് കണക്ക് കൊടുക്കേണ്ടത് നിങ്ങളാണ്. ഹല്ലേലൂയ. സഭാ പുരോഹിതനല്ല, നിങ്ങളാണ് കണക്ക് കൊടുക്കേണ്ടത്. ഒരാൾ രോഗിയായാൽ, ഒരാൾ മരിച്ചുപോയാൽ, ഒരാൾ ആമേൻ അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ കണക്ക് കൊടുക്കേണ്ടത് നിങ്ങളാ. രാവും പകലും നിങ്ങളെ കാവൽക്കാരാക്കി സ്വർഗത്തിലെ ദൈവം നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആമേൻ, സ്തോത്രം, ജനത്തോട് വിളിച്ചു പറയുക, നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ നിങ്ങളാണ് കാവൽക്കാർ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങളിലേക്ക് നടത്തുന്ന ദൈവമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 6-ാമത്തെ അത്ഭുതത്തിലേക്ക് വരാം. ആമേൻ. അവിടെ ഒരു സൗഖ്യമാണ് നടക്കുന്നത്. ഒരു കർത്താവിന്റെ അഭിഷേകത്തെ സൗഖ്യമാക്കുന്ന ഒരു സൗഖ്യം 6-ാമത്തെ അത്ഭുതത്തിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കാം. ആമേൻ. മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു. മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറെ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റു അവർക്ക് ശുശ്രൂഷ ചെയ്തു. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തന്മാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ,
ഇതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. പത്രോസിന്റെ അമ്മയുടെ അസുഖത്തെ ഭേദമാക്കിയ ഒരു അത്ഭുതം സൃഷ്ടിച്ച ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ദൈവം സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല, അവിടെ ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി ആ അധ്യായത്തിൽ വെളിപ്പെടുമ്പോൾ ശബരപരഗതുനി ഹല്ലേലൂയ. ദൈവപൈതലേ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ദൈവം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നിവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. സ്തോത്രം, അത് ഉറപ്പാ. ഇന്ന് രാത്രി ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ദൈവം ഇറങ്ങാതെ പോകത്തില്ല കേട്ടോ. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് വിളിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഡോക്ടർമാർ പറയും, മെഡിസിൻ പറയും, ആമേൻ, വൈദ്യൻ പറയും, ആമേൻ, ഹല്ലേലൂയ, പലരും പറയും. പക്ഷേ ദൈവം പറയുന്നത് എന്താ? ഒറ്റ വാക്കിൽ സൗഖ്യമാണ്. ആമേൻ. ഒറ്റ വാക്കിൽ ഹല്ലേലൂയ സൗഖ്യം വ്യാപരിക്കുന്ന. നോക്കിക്കേ, 8-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, 8-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു വരുമ്പോൾ ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെവിടെ നടന്ന സൗഖ്യം എന്നറിയാമോ? പള്ളിയിലല്ല, വീട്ടിലാ സൗഖ്യം നടന്നത്. ഒരു ദൂതോട് പറയാം, പള്ളിയല്ല, പിന്നെ എവിടെയാ? വീടാ സൗഖ്യം. 2, ആമേൻ, അഭിഷേകം എവിടെ ആദ്യം വ്യാപരിച്ചെന്നറിയാമോ? അഭിഷേകം എവിടെ ആദ്യം ഇറങ്ങിയെന്നറിയാമോ? അതും വീട്ടിലാ. ഏതാ വീട്? സെഗ്യോൻ മാളിക മുറി എന്ന വീട്. വീട്ടിനകത്താണ് 123 പേര് കൂടിയിരുന്ന, യേശുവിന്റെ അമ്മ ഉൾപ്പെടെ ഇരുന്ന വീട്ടിനകത്താ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങുന്നത്. അവരാണ് അഗ്നി നാവുകൾ പ്രത്യക്ഷമാകുന്നത്. അവരെ അന്യഭാഷയിൽ ആരാധിക്കുന്നത്. 124 രാജ്യക്കാർ താഴെ നിൽക്കുമ്പോൾ അവര് പറയും, ഇതെന്റെ ഭാഷയാ, ഇതെന്റെ ശബ്ദമാ, ഇതെന്റെ ഭാഷാപരമാ, ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന വാക്കുകളാ, ഇത് ഞങ്ങളുടെ വാക്കുകളാ. അതാരാ പറയുന്നത്? മറ്റാരുമല്ല കേട്ടോ. മീൻപിടുത്തക്കാരനായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വസ്ത്രം പോലും ധരിക്കാറിയാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനാ പ്രവചിക്കുന്നത്. ഇന്ന് രാത്രി ഹല്ലേലൂയ, അവന്റെ കുലം അവിടെ വിളിച്ചു പറയുക, അവന്റെ പേര് വെളിപ്പെടുത്തുകയാ, അവന്റെ അപ്പന്റെ പേര് പറയുക. അവൻ ആരെന്നറിയാമോ? അവൻ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. അവനാണ് അവിടെ ദൂത് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി വിളിച്ചു പറയുന്നു, ദൈവപൈതലേ, നീ ഇരിക്കുന്ന പട്ടണത്തിനകത്ത്, നീ ഇരിക്കുന്ന വില്ലേജിനകത്ത് സൗഖ്യമില്ലാതെ സൗഖ്യത്തിനായി ദാഹിക്കുന്ന അനവധി പേരുണ്ടാകും. പക്ഷെ ഇന്ന് രാത്രി അവിടെ വേണ്ടത് മെഡിസിൻ അല്ല, നിന്റെ അധികാരത്തിന്റെ വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഡോക്ടർമാർ കൈവിട്ടതിനെ, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു പോയ 100 കേസുകളുണ്ട്. അതെല്ലാം പ്രാർത്ഥനയെ മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ മുഴ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആൾ ഡെഡായി പോകും. ഈ മുഴ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ സ്തോത്ര കോമൺ സ്റ്റേജിലാകും. ഇതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സ്തോത്രം സ്തംഭിച്ചു പോകും. 90% അല്ല, നിങ്ങൾക്ക് 50% മാത്രമേ നിങ്ങൾക്ക് പറയാൻ കഴിയൂ. പക്ഷേ 50% നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെന്താ 50% പ്രാർത്ഥിച്ച കുഴപ്പം? 50% പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ, പിന്നെന്താ 50 കൂടെ പ്രാർത്ഥിച്ചാൽ 100% പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവം കൃപ തന്നില്ലേ? 50% ഡോക്ടർ പറയുമ്പോൾ 50% വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, 100% വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. അതാ നമ്മുടെ കർത്താവ്. ഇന്ന് രാത്രി ആ 100% പ്രാർത്ഥന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? കർത്താവ്, എൻ്റെ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങിക്കുന്നേ, പ്രാർത്ഥിച്ചു വാങ്ങി പ്രാർത്ഥിച്ചിട്ട് വാങ്ങ്. ഇന്ന് രാത്രി നിന്നോട് ദൈവം പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നീ പ്രാർത്ഥിച്ചു വാങ്ങ്. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവപൈതലേ, നീ പ്രാർത്ഥിക്കുക, വഴി തുറക്കാൻ ദൈവം തുറക്കും വഴി. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവം പറയുന്നു, നീ പ്രാർത്ഥിച്ച് മുമ്പിലോട്ട് പോ, നിന്റെ വഴി തുറക്കാൻ ദൈവം സർവശക്തനാണ്. ശുഡവനരഗതുനി വൈഡകരാജകൽക്കനാദി. ഒരു എലി വീട്ടിനകത്ത് കയറി നശിപ്പിച്ചത് കൊണ്ട് ആരും ഇല്ലം ചുട്ടതായി കാണുന്നില്ല. സ്തോത്രം. അതിനെ എങ്ങനെ പിടിക്കണമെന്ന് നിങ്ങൾ തന്ത്രപൂർവ്വം ഇന്ന് രാത്രിയിൽ മുമ്പിലോട്ട് വാ. ഒത്തിരി സംവിധാനങ്ങളുണ്ട് ഇതിനെ പിടിക്കാൻ. നിന്റെ വീട്ടിനകത്തുള്ള കവർച്ച നടത്തുന്ന, നിന്റെ വീട്ടിനകത്തെ തുരന്നു കളയുന്ന, നിന്റെ വീട് നശിപ്പിച്ച് കളയുന്ന ചില എലിക്കൂട്ടങ്ങളെ പിടിക്കാനുള്ള തന്ത്രമെന്ന പോലെ നിന്റെ വിഷയങ്ങളെ തകർത്ത് കളയുന്ന ചില വേദനിപ്പിക്കുന്ന വാക്കുകൾ, ചില വാക്കിന്റെ മുൻപിൽ നീ പതറിപ്പോകും പോലെ എന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്റെ വാക്കിന്റെ മുമ്പിൽ നീ പതറിപ്പോകേണ്ട, അതിനപ്പുറത്ത് നിനക്കൊരു ജയമുണ്ടെന്ന് രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിച്ചു വാങ്ങിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനയുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാ.
ശമനപരകഥന വൈഡകരാജകൾക്കനാദി. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ട് ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ ആരെല്ലാം വില കൊടുത്തിട്ടുണ്ടോ അവരുടെ മേൽ ദൈവമഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ ദൈവ ശബ്ദം അറിയാത്ത ആരിതിനകത്തിരിപ്പില്ല. ഇതിനകത്ത് ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. ലിൻഡയോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു. പ്രാർത്ഥിച്ചോ, നീ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. ഈ നാളുകൾ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കുന്ന ദൈവമെന്ന് പറഞ്ഞാൽ പൈതലെ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നിന്റെ വീട്ടിനകത്ത് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിന്റെ ഭാവിയുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്റെ ഭാവി